നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഇതെന്തായാലും എനിവേ റൈറ്റ് ആണല്ലോ, ഒബ്ലിഗേഷൻ ഒന്നുമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഫുൾ ഷെയർസ് വാങ്ങുക, എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുക. ഫുൾ ഷെയർസ്, ഫുൾ റൈറ്റ്സ് വാങ്ങുക, ദെൻ അത് ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് വാങ്ങിയിട്ട് അത് സെല് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് വാങ്ങിയിട്ട് പാർഷ്യലി എന്ത് ചെയ്യുക, സെല് ചെയ്യുക, പാർഷ്യലി ഹോൾഡ് ചെയ്യുക. ദെൻ അല്ലെങ്കിൽ ഡു നത്തിങ്, ഒന്നും ചെയ്യാതിരിക്കുക, അതായത് റൈറ്റ്സ് വാങ്ങാതിരിക്കുക. കാരണം ഓപ്ഷൻസ് ആണ്, ഒബ്ലിഗേഷൻ ഒന്നുമില്ല. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ? ഒന്നെങ്കിൽ റൈറ്റ്സ് വാങ്ങിയിട്ട് അത് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ്സ് വാങ്ങിയിട്ട് അത് സെല് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് വാങ്ങിയിട്ട് കുറച്ച് പോർഷൻ ഹോൾഡ് ചെയ്യുക, കുറച്ച് പോർഷൻ എന്ത് ചെയ്യുക, സെല് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ്സ് വാങ്ങാതിരിക്കുക, ഡു നത്തിങ്, ഒന്നും ചെയ്യണ്ട, റൈറ്റ്സ് വാങ്ങണ്ട. ഞാൻ ആദ്യം തന്നെ കൺക്ലൂഷൻ പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. 1, 2, 3 ഓപ്ഷൻസ് ഇല്ലേ? ഈ 3 ഓപ്ഷൻസിലും നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കൂടുകയും ചെയ്യില്ല, ലോസും സംഭവിക്കൂല. ആദ്യം എങ്ങനെയാണോ ഉള്ളത് അതേ പൊസിഷനിലേക്കാണ് എത്താം. അതിന്റെ റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ഷെയർ വാങ്ങിയത് കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണല്ലോ വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചത്. വാല്യൂ ഓഫ് എ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ വിലക്ക് വാങ്ങിയത് കൊണ്ട് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് അല്ലേ അത്. അറ്റ് ദി സെയിം ടൈം നമുക്കൊരു ലോസും ഇല്ലേ? എന്താ ലോസ് വരുന്നത്? വാങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു മാർക്കറ്റിലെ വില? ആ വിലയിലല്ലോ ഇപ്പൊ ഉള്ളത്. വില കുറഞ്ഞില്ലേ, ടെർപ്പ് കുറഞ്ഞില്ലേ? അപ്പൊ അത് രണ്ടും ഓഫ്സെറ്റ് ചെയ്ത് പോയില്ലേ? നമ്മള് ഓൾറെഡി ചെറിയ വിലക്ക് വാങ്ങിയ ഷെയർ അതിനേക്കാൾ വാല്യൂ കൂടുതലായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നല്ലോ. അതല്ലേ വാല്യൂ ഓഫ് എ റൈറ്റ്? അത് ബെനിഫിറ്റ് അല്ലേ? ലോവർ പ്രൈസിന് വാങ്ങിയത് കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലേ? എന്താണ് നമുക്ക് ഇവിടെ ലോസ് വരുന്നത്? ആദ്യം നമ്മൾ ഹൈ വാല്യൂവിൽ ഉണ്ടായിരുന്ന ഷെയർ ഇപ്പൊ എന്താണ് കമ്പാരിറ്റീവ്ലി, ഇപ്പോ വാല്യൂ കുറഞ്ഞില്ലേ? അപ്പൊ അത് രണ്ടും സെയിം ആയിട്ടല്ലേ എഫക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1, 2, 3 ഓപ്ഷൻസിൽ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നതിനാൽ, വിച്ച് മീൻസ് റൈറ്റ്സ് നമ്മൾ വാങ്ങാതിരുന്നതിനാൽ നമുക്ക് ഒരു നഷ്ടമാണ് അവിടെ വരുന്നുണ്ടാവും. അതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ 4 വെച്ചിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. PQ കമ്പനി ഹാസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 100 million ഷെയർസ് വിത്ത് എ കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് 0.85. ഇപ്പൊ നിലവില് PQ കമ്പനിക്ക് എന്തുണ്ട്? 100 million ഷെയർസ് ഉണ്ട്, മാർക്കറ്റ് വാല്യൂ 0.85 ആണ്. ഇറ്റ് അനൗൺസസ് എ 1-for-2 റൈറ്റ് ഇഷ്യൂ. അതായത് ടേംസ് ഓഫ് ഇഷ്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ ആണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറ്റ് എ പ്രൈസ് ഓഫ് 40 cents per share. ഓക്കെ, ഇഷ്യൂ പ്രൈസും പറഞ്ഞിട്ടുണ്ട്. 0.85 ഉള്ളത് 40 cents, 0.4 ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട്. Therefore plans to raise 20 million in new funds by issuing 50 million shares. നമുക്ക് വേണ്ട ഫണ്ട് എത്രയാ? 20 million ആണ് ടോട്ടൽ ഫണ്ട് വേണ്ടത്. ഓക്കെ, എത്രയാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് പറഞ്ഞ? 0.4 അല്ലേ? 20 million ഡിവൈഡ് ബൈ 0.4, 50 million. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ്, കാൽക്കുലേറ്റ് എക്സ് റൈറ്റ് പ്രൈസ്. നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക? ആദ്യം ടെർപ്പ് കണ്ടുപിടിക്കുക, എക്സ് റൈറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. ആൻഡ് ഫോർ എ ഷെയർ ഹോൾഡർ ബി, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല. ഷെയർ ഹോൾഡർ ബി ഒരു 1000 ഷെയർസ് ആണ് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, then consider his wealth if they takes up their rights, sell their rights, buy 200 shares and sell the right to further 300 and takes no action. അതായത് ഇപ്പൊ പറഞ്ഞ 4 ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേക്സ് അപ്പ് ദി റൈറ്റ്സ്, എന്നിട്ട് ഹോൾഡ് ചെയ്യുക, ദെൻ അല്ലെങ്കിൽ സെല് ചെയ്യുക, റൈറ്റ് വാങ്ങിയിട്ട് അത് സെല് ചെയ്യുക, അല്ലെങ്കിൽ 200 ഹോൾഡ് ചെയ്യുക, 300 എന്ത് ചെയ്യുക, സെല് ചെയ്യുക. അപ്പോൾ ആദ്യം ടെർപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടെർപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, 1-for-2 ആണ്. ഇപ്പോൾ 1 into ഇഷ്യൂ പ്രൈസ് 0.4 ആണ്. 0.4 പ്ലസ് 2 into 0.85 ഡിവൈഡഡ് ബൈ 3, 0.7 അല്ലേ വരാം. നെക്സ്റ്റ്, വാല്യൂ ഓഫ് എ റൈറ്റ് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ടെർപ്പിന്ന് ഇഷ്യൂ പ്രൈസ് കുറക്കുക. ഇഷ്യൂ പ്രൈസ് എത്രയാ? 0.4 അല്ലേ? 0.7 0.4 നമ്മൾ വ്യത്യാസം എത്ര വരാം? 0.3. വാല്യൂ ഓഫ് എ റൈറ്റ് ആയി. വാല്യൂ ഓഫ് എ റൈറ്റ് പെർ ഷെയർ, പെർ എക്സിസ്റ്റിംഗ് ഷെയർ ഇങ്ങനെ കണ്ടുപിടിക്കുക. 0.3 ഡിവൈഡഡ് ബൈ, ഒരു റൈറ്റ് കിട്ടണമെങ്കിൽ എത്ര ഷെയർ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2 ഷെയർ അല്ലേ ഹോൾഡ് ചെയ്യണ്ടേ? ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, 0.15 വരും. ഇപ്പോ ആക്ച്വലി ഞാനിത് കുറെ സമയം എടുത്തിട്ട് ഇത് മൊത്തം പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് ഈസിലി കണക്ട് ചെയ്യാം. നമ്മൾ ഈ റൈറ്റ് ഇഷ്യൂ ആക്സെപ്റ്റ് ചെയ്തതിനാൽ നമുക്ക് അഡീഷണലി കിട്ടുന്ന ബെനിഫിറ്റ് എങ്ങനെ പറയാം? 0.15 അല്ലേ ഒരു ഷെയറിന്? ലോസ് എത്രയായിരിക്കും വരാം? അഡീഷണൽ ലോസ്, ഇത് വാങ്ങിയത് കൊണ്ട് ഉള്ള നഷ്ടം എത്ര വരാം? എത്രയായിരുന്നു ആദ്യം ഷെയറിന്റെ വില? 0.85 ആയിരുന്നില്ലേ ഈ റൈറ്റ് ഇഷ്യൂന് മുമ്പുള്ള ഷെയറിന്റെ വില? റൈറ്റ് ഇഷ്യൂന് ശേഷമുള്ള വില എത്രയാ? 0.7 അല്ലേ? ഡിഫറൻസ് എത്ര വരാം? 0.15 തന്നെ അല്ലേ വരാം?
അപ്പൊ നമുക്ക് അഡീഷണലി കിട്ടിയ ബെനിഫിറ്റും അഡീഷണൽ ലോസും എത്ര തന്നെയാണ്? 0.15 തന്നെയല്ലേ? അപ്പൊ എഫക്റ്റീവിൽ ഇവിടെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ഇനി നമുക്ക് ഇത് ഷെയർ ഹോൾഡർ ബിയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. ഷെയർ ഹോൾഡർ ബി, ഇപ്പോ ഷെയർ ഹോൾഡർ ബിയുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാന്ന് പറഞ്ഞേ? 1000 അല്ലേ? അങ്ങനെയാണെങ്കിൽ 142 വെച്ചിട്ട് എത്ര ഷെയർസ് ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? 1000 ഷെയർ ആണ് ഷെയർ ഹോൾഡർ ബി ഇപ്പൊ ഹോൾഡ് ചെയ്യുന്നത്. 2 ഷെയർ ഹോൾഡ് ചെയ്തവർക്ക് ഒരു റൈറ്റ് ഇഷ്യൂ അല്ലേ നമ്മൾ കൊടുക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർ ബിക്ക് എത്ര ഷെയർ ആണ് കിട്ടുക? യെസ്, 500 ഡിവൈഡഡ് ബൈ 2, 500. യെസ്. അപ്പോ ഈ 500 വെച്ചിട്ട് നമുക്ക് ഷെയർ ഹോൾഡർ ബി, അതായത് ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് കേട്ടോ, കമ്പനിയുടെ പെർസ്പെക്റ്റീവിലല്ല. ഷെയർ ഹോൾഡർ ബിക്ക് വരാൻ പോകുന്ന കാര്യം പറയുന്നത്. എക്സിസ്റ്റിംഗ് വാല്യൂ ഓഫ് ഷെയർസ് നോക്കുക. എക്സിസ്റ്റിംഗ് വാല്യൂ ഓഫ് ഷെയർസ്, ഓക്കെ. അതായത് ഇപ്പൊ ഓൾറെഡി ഉള്ള ഷെയർ എത്രയാണ്? 1000 ഷെയർ അല്ലേ? ഷെയർ ഹോൾഡർ ബി ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് 1000 അല്ലേ? ആ 1000 ഒരു ഷെയറിന്റെ വില എത്രയാ? റൈറ്റ് ഇഷ്യൂന് മുമ്പുള്ള ഷെയറിന്റെ വില 0.85 അല്ലടാ. റൈറ്റ് ഇഷ്യൂന് മുമ്പുള്ള ഷെയറിന്റെ വില 0.85 അല്ലേ? അങ്ങനെയാണെങ്കിൽ 1000 ഷെയർസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ഷെയറിന് 0.85 വെച്ചിട്ട് എത്രയായിരിക്കും ടോട്ടൽ വർത്ത് ഉണ്ടാവുക? 850. ക്ലിയർ അല്ലേ? ഇതായിരിക്കും എക്സിസ്റ്റിംഗ് വാല്യൂ ഓഫ് ഷെയർസ്. ഇനി റൈറ്റ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ബൈ ദി റൈറ്റ്സ്, ഓക്കെ. ദെൻ റൈറ്റ് വാങ്ങാൻ വേണ്ടിക്ക് എത്രയാണ് ചെലവ് വരാന്നുള്ളത് നമുക്ക് നോക്കാം. 500 റൈറ്റ് അല്ലേ വാങ്ങാൻ പോകുന്നത്? എത്രയാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ്? ഇഷ്യൂ പ്രൈസ് 0.4 അല്ലേ? ഇപ്പൊ എത്ര ചെലവ് വരാം? 200. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെൽത്ത് എത്ര വേണം? 850 ഓൾറെഡി ഷെയറിന് വർത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ 200ന്റെ ഷെയർ ഓൾറെഡി വാങ്ങുകയും ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയാണ് വെൽത്ത് വരേണ്ടത്? 1050 അല്ലേ വരണ്ടേ? ആദ്യം 1000 ഷെയർ ഉണ്ട്. 1000 ഷെയർ എത്രയാണ്? 0.85 വെച്ചിട്ട് 850 വാല്യൂ ഉള്ള ഷെയർസ് ആണ് ഉള്ളത്. അത് കൂടാതെ ഒരു 200 കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 1050 ആയിരിക്കും വെൽത്ത് വരാം. ഡിഫറെന്റ് പ്രൈസ് ആയതുകൊണ്ടാണ് വേറെ വേറെ മൾട്ടിപ്ലൈ ചെയ്തത്. ഇതിന്റെ പ്രൈസ് 0.85ഉം ഇതിന്റെ പ്രൈസ് 0.4 ആണ് ഇഷ്യൂ പ്രൈസ്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഇത്രയും വെൽത്ത് ആണ് എന്ത് ചെയ്യാം ഷെയർ ഹോൾഡർ ബിക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ. ഇനി ടോട്ടൽ വെൽത്ത് ആഫ്റ്റർ ദി റൈറ്റ് ഇഷ്യൂ നമുക്ക് നോക്കാം. ഇപ്പൊ ടോട്ടൽ എത്ര ഷെയർ ആയി? 1500 അല്ലെ? 1500 ഇപ്പത്തെ വില എത്രയാ? അതാണല്ലോ ടെർപ്പ്. റൈറ്റ് ഇഷ്യൂന് ശേഷമുള്ള വിലക്കല്ലേ നമ്മൾ ടെർപ്പ് എന്ന് വിളിക്കാം. 0.7, ഓക്കെ. 1050 എന്നല്ലേ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? ശരിക്കും അത് ഓഫ്സെറ്റ് ചെയ്ത് പോയില്ലടാ. നമ്മൾ റിഡ്യൂസ്ഡ് പ്രൈസിനല്ലേ ശരിക്കും ഷെയർ കിട്ടിയത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വിചാരിക്കാം? നമുക്ക് ലാഭമായി എന്നല്ലേ വിചാരിക്കാം. റിഡ്യൂസ്ഡ് പ്രൈസിനും ബാക്കിയുള്ളവർ വാങ്ങുന്നതിനേക്കാളും ചെറിയ പ്രൈസിനല്ലേ നമുക്ക് ശരിക്കും റൈറ്റ്സ് കിട്ടിയത്. നമ്മൾ 0.4 കൊടുത്തിട്ടല്ലേ റൈറ്റ് വാങ്ങിയത്. പക്ഷെ അതിന്റെ ഒറിജിനൽ വാല്യൂവിൽ റിഡക്ഷൻ വന്നിട്ടുണ്ട്. 0.85 ഉണ്ടായിരുന്ന ഷെയർ ഇപ്പൊ എത്ര വരുന്നത്? 0.7 അല്ലേ വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് എന്ത് ചെയ്തിട്ടില്ല? കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞേ? സെല്ല് ചെയ്യാണ്. റൈറ്റ്സ് സെല്ല് ചെയ്യാണ്. സെയിം ഇതേപോലെ തന്നെ റിപ്പീറ്റേഷൻ വരാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്സിസ്റ്റിംഗ് വാല്യൂ ഷെയർസ്, നേരത്തെ അതേ റിപ്പീറ്റേഷൻ ഞാൻ കോപ്പി ചെയ്തോട്ടെ. എക്സിസ്റ്റിംഗ് വാല്യൂ 850. റൈറ്റ്സ് വാങ്ങി, അതും സെയിം 200. റൈറ്റ്സ് വാങ്ങി 200 ആണ് വില വരാം. ഓക്കെ. ദെൻ റൈറ്റ്സ് വിറ്റ് കഴിഞ്ഞാല് ക്യാഷ് എത്രയാണ് റിസീവ് ചെയ്യുക? ക്യാഷും നമുക്ക് വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്തൂടെ ഷെയർ ഹോൾഡർ? റൈറ്റ്സ് വിറ്റു എന്ന് വിചാരിക്കുക. 500 റൈറ്റും വിറ്റു. വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് വില വരാ? ടെർപ്പ് 0.7 അല്ലേ? അപ്പൊ 0.7 വെച്ചിട്ട് എത്രയാണ് നമുക്ക് റിസീവ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്? എത്രയായിരിക്കും ക്യാഷ് ആയിട്ട്? റൈറ്റ്സ് വിൽക്കുകയാണെങ്കിൽ 350 നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടൂലേ? അത് കഴിഞ്ഞാൽ ബാക്കി 1000 വരും. 500 വിറ്റ് കഴിഞ്ഞാൽ ബാക്കി 1000 വരും. ബാക്കി 1000ന് 0.7 തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലും എഫക്റ്റീവ്ലി വെൽത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താ? കുറച്ച് പോർഷൻ വിൽക്കുക, കുറച്ച് പോർഷൻ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്യുന്ന 200ഉം 300 അല്ലേ സെല് ചെയ്യുന്നത്. എന്താ സംഭവിക്കാൻ നോക്കാം. എക്സിസ്റ്റിംഗ് വാല്യൂ ഞാൻ കോപ്പി ചെയ്യാണ്. നേരത്തെ അതേ സംഭവം. എക്സിസ്റ്റിംഗ് വാല്യൂ ഇതുവരെ ഉള്ളത് 1050 ആണ് ഇപ്പൊ നിലവിലുള്ള വാല്യൂ. ഇനി ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ക്യാഷ് റിസീവ്ഡ് ഫോർ സെല്ലിംഗ് ദി റൈറ്റ്സ്. 300 സെല് ചെയ്തതിന് അതിനനുസരിച്ച് ക്യാഷ് കിട്ടൂലേ? 300 ഇൻറ്റു ടെർപ്പ് എത്രയാ? 0.7 അല്ലേ? 210. ഓക്കെ. ബാക്കി നമ്മൾ ഹോൾഡ് ചെയ്യുമല്ലോ. 300 വിറ്റതിനപ്പോ ബാക്കി എത്ര വരും? 1000 ഓൾറെഡി ഉണ്ട്. 200 നമ്മൾ ഹോൾഡ് ചെയ്യും. ഇപ്പൊ എത്ര? 1200 അല്ലേ? 1000 ഓൾറെഡി ഉണ്ട്. 500 നമ്മൾ റൈറ്റ്സ് വാങ്ങി. അതിൽ 300 വിറ്റു. 300 വിറ്റതിന്റെ ക്യാഷാ കാണിച്ചത്. 1200 0.7 വെച്ചിട്ട് എത്ര വരാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 1050. നേരത്തെ തന്നെ കത്തേണ്ട സമയമായി. നമ്മൾ ഷെയർ ഹോൾഡ് ചെയ്താലും എഫക്ട് സെയിം ആണ്.
ഷെയർ വിറ്റാൽ എഫക്ട് സെയിം ആണ്. ഹോൾഡ് ചെയ്യുന്നത് എത്ര? 0.7 വാല്യൂ ഉള്ള ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത്. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇത്ര തന്നെയാണ്, 0.7 തന്നെയാണ്. അപ്പൊ എഫക്റ്റീവ്ലി നമ്മൾ 1050 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെൽത്ത് വരുന്നത്. അത് സ്റ്റിൽ റൈറ്റ്സ് വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് അത് സെയിം ആയിട്ട് തന്നെ കിടക്കും. വാങ്ങിയാലും വിറ്റാലും ഹോൾഡ് ചെയ്താലൊക്കെ സെയിം എഫക്റ്റ് ആണ് വരാം. പക്ഷെ നാലാമത്തെ സിറ്റുവേഷൻ നോക്കാം. നാലാമത്തെ സിറ്റുവേഷൻ എന്താ പറയുന്നത്? എക്സിസ്റ്റിംഗ് വാല്യൂ 1050 അല്ലേ? റൈറ്റ് ഇഷ്യൂവിന് ശേഷം നമ്മൾ റൈറ്റ് ഇഷ്യൂ വാങ്ങിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1050 ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് നമ്മളെ ഓപ്ഷൻ എന്താ പറഞ്ഞേ? ഡൂയിങ് നത്തിങ് എന്നല്ലേ പറഞ്ഞേ? ഡൂയിങ് നത്തിങ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല? ഈ പുതിയ റൈറ്റ് ഇഷ്യൂ വാങ്ങൂല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഓൾറെഡി എത്ര ഷെയർ ഉള്ളത്? റൈറ്റ് ഇഷ്യൂ വാങ്ങിയാലല്ലട അത് 1500 ആവാ. റൈറ്റ് ഇഷ്യൂ വാങ്ങിയില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1000 തന്നെയല്ലേ ഉണ്ടാവുക. 1000ന്റെ വില എത്ര ഉണ്ടാവുക? 1000ന്റെ വില ആദ്യം എത്രയായിരുന്നു എക്സിസ്റ്റിംഗ് വാല്യൂ റൈറ്റ് ഇഷ്യൂന് മുമ്പ്? 850 അല്ലേ? ഇപ്പോ അതേ 1000 തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വില മാറി. 0.85 ഉണ്ടായിരുന്ന എന്താണ് വില ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? 0.7 ആയിട്ടുണ്ട്. വിച്ച് മീൻസ് എത്ര വരാം? 700 അല്ലേ വരാം? 850 ഉണ്ടായിരുന്ന ഷെയറിന്റെ വില 700 ആയി. വിച്ച് മീൻസ് 150 ലോസ് വരും. എന്തുകൊണ്ട് ഇവിടെ ലോസ് വന്നേ? ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല? വാങ്ങിയില്ല, ഷെയർ വാങ്ങിയില്ല. ആ ലോവർ പ്രൈസിന് ഷെയർ വാങ്ങണമായിരുന്നു. നമുക്കിപ്പോ ലോവർ പ്രൈസിൽ വാങ്ങിയത് കൊണ്ടുള്ള ബെനിഫിറ്റും ഷെയർ പ്രൈസിൽ ഉണ്ടാവുന്ന ലോസ് ഇല്ലേ, അതും സെയിം ആണ്. അപ്പോ റൈറ്റ് ഇഷ്യൂ വാങ്ങാതിരുന്നതിന് എന്താ സംഭവിക്കുക? നമുക്ക് ആ ഷെയറിന്റെ വിലയിലെ ലോസ് മാത്രം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ 0.85 ഉണ്ടായിരുന്ന ഷെയറിന്റെ വില ഇപ്പൊ 0.7 ആയി. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്രയും ലോസ് വന്നില്ലേ? അപ്പൊ ഈ ലോസ് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് വാങ്ങണമായിരുന്നു? റൈറ്റ്സ് വാങ്ങണമായിരുന്നു. അതായിരുന്നു മേലത്തെ ആക്ഷനിലൊക്കെ നമുക്ക് അത് ഓഫ്സെറ്റ് ചെയ്തിട്ട് സെയിം എഫക്ട് വന്നത്. അതിനാണ് ഞാൻ ഏറ്റവും ചുരുക്കിയിട്ട് പറഞ്ഞത്. ഇൻ ഷോർട്ട്, ബെനിഫിറ്റ് ഇവിടെ എന്താണ്? വാല്യൂ ഓഫ് എ റൈറ്റ് പെർ എക്സിസ്റ്റിംഗ് ഷെയർ ആണ് ഇവിടുത്തെ ബെനിഫിറ്റ്. ഓക്കെ, 0.7 ആണ് ടെർപ്പ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത് എത്രക്ക് വാങ്ങിയതാ? ടെർപ്പ് എന്താന്ന് മനസ്സിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം തെറ്റും. ടെർപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂവിന് ശേഷമുള്ള പ്രൈസ് ആണ്. റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള പ്രൈസ് ആണ്. അതാണ് ഇപ്പൊ ഒറിജിനൽ പ്രൈസ്. റൈറ്റ് ഇഷ്യൂന് ശേഷം ഇപ്പൊ നിലവിലുള്ള പ്രൈസ് ആണ് അത് 0.7. ഓക്കെ, നമ്മളിത് ഓൾറെഡി എത്രക്ക് വാങ്ങിയതാ? നമ്മൾ ഇഷ്യൂ പ്രൈസ് എത്രയാ? 0.4 അല്ലേ? 0.4 വാങ്ങിയ ഷെയറിന്റെ വില ഇപ്പൊ 0.7 ആന്ന് പറയുമ്പോൾ എത്രയാ നമുക്ക് വാല്യൂ വരുന്ന? എത്രയാ? ഈ വാല്യൂ കിട്ടണമെങ്കിൽ റൈറ്റ്സ് വാങ്ങണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഉണ്ടാവണം നമ്മളെ കയ്യിൽ? 2 അല്ലേ? ഇപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നമുക്ക് 0.15 കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ ബെനിഫിറ്റ്. ആ ലോവർ പ്രൈസിന് വാങ്ങിയ ബെനിഫിറ്റ് ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ നമ്മളുടെ മാർക്കറ്റ് വാല്യൂവും ടെർപ്പും നമ്മൾ വ്യത്യാസമില്ല. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 0.85 അല്ലേ? ഇപ്പൊ അതിന്റെ വില 0.7 അല്ലേ ആയത്? ടെർപ്പിനെ നിങ്ങൾ ഇപ്പത്തെ ഷെയർ പ്രൈസ് ആക്കിയാൽ മതി, അപ്പൊ തന്നെ കാര്യം മനസ്സിലാവും. ഓൾറെഡി ഉള്ള ഷെയർ പ്രൈസ് 0.85 ആണ്. ഇപ്പത്തെ ഷെയർ പ്രൈസ് എത്രയാണ്? 0.7 ആണ്. അപ്പൊ ആ ഡിഫറൻസ് എത്രയാ? 0.15. അപ്പൊ ഇത് ബെനിഫിറ്റ് ലോസിന് ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് ഇഷ്യൂ പർച്ചേസ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആകെ പഠിക്കേണ്ടത് 2-3 കാര്യമേ ഉള്ളൂ. ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ടെർപ്പ് കാൽക്കുലേഷൻ 2 ഇക്വേഷൻ പഠിക്കണം. പിന്നെ നമ്മളെ ആക്ഷൻസ് ഇല്ലേ, ആ ആക്ഷൻസിൽ റൈറ്റ്സ് വാങ്ങാതിരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാവും. റൈറ്റ്സ് വാങ്ങണം. ബാക്കിയുള്ളതൊക്കെ എന്തു ആവാം. ഹോൾഡ് ചെയ്യുക, വിൽക്കുക, അതൊക്കെ ഷെയർ ഹോൾഡർ ഓപ്ഷൻ. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എഫക്ട് ചെയ്യുക ബാഡ് ആയിട്ടാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഫൈനൽ കൺക്ലൂഷൻ. അത്രേ ഉള്ളൂ.